ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് കേട്ടോ. കൊറിയൻ സ്കിന്നിനെ കുറിച്ചിട്ടും കൊറിയൻ സ്കിൻ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കൊറിയൻ സ്കിൻ സീക്രട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ ഇന്ന് കുറേ ഷീറ്റ് മാസ്കും എല്ലാം തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. സോ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക. കാരണം ഇതിനകത്ത് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുറേ രീതിയിൽ വരുന്ന കുറേ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള കുറേ ഏജിനനുസരിച്ചുള്ള കുറേ കൊറിയൻ ഷീറ്റ് മാസ്ക് ആണ്. നമുക്കറിയാം കൊറിയൻ ഷീറ്റ് മാസ്ക് അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ശരിക്കും കൊറിയൻ സ്കിൻ എന്ന് വെച്ചാൽ അതിന് മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കണമല്ലോ. അത്രമാത്രം കൊറിയൻ സ്കിൻ മിക്ക ആൾക്കാർക്ക് അറിയാമല്ലോ. ഗ്ലാസ് സ്കിന്നിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ ഇരിക്കും. നമുക്കൊന്ന് ടച്ച് ചെയ്താൽ പോലും അത്രമാത്രം ടെക്സ്ചർ എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ടെക്സ്ചറാണ്. അതായത് നമുക്കിങ്ങനെ തൊട്ട കൈ ഇങ്ങനെ വഴുതി വരുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ആ കൊറിയക്കാരുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജാപ്പനീസൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ വെച്ചാൽ ഞാൻ പറയുന്നത് അത്രയും 100% നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. കാരണം കൊറിയക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ടാണ് അവരുടെ സ്കിൻ ടെക്സ്ചർ അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ കെയർ തന്നെയാണ്. പ്ലസ് ജനറ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും സ്കിൻ കെയറിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ടും റൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ അതുകൊണ്ടാണ് റൈസിൻ്റെ ടോണർ മോയ്സ്ചറൈസറൊക്കെ കൂടുതൽ ഞാൻ പറയാറുള്ളത്. കാരണം സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഒരു സ്കിന്നിൻ്റെ എന്താ പറയുക ടെക്സ്ചറിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളാരും മാറി നമ്മളെ സ്കിന്നെല്ലാം തന്നെ മാറി നമ്മളങ്ങനെ കൊറിയൻ ലുക്കിലേക്കൊന്നും നമുക്ക് പോകാനൊന്നും പറ്റില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളുടെ ടെക്സ്ചർ ഒരുപാട് വ്യത്യാസം വരുത്തും. നമ്മുടെ അണ്ണിവൺ മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റും, സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് അത് ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ടെക്സ്ചറിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഒരുപാട് വ്യത്യാസം ഫീൽ ചെയ്യും. കാരണം ഞാനിതെല്ലാം പറയുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ ടെക്സ്ചറിൽ ഞാൻ എന്താ പറയുക ഞാൻ അത്രമാത്രം അത് കൊറിയൻ പ്രൊഡക്റ്റുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ചാനലാണെങ്കിലും കൂടുതലും ഞാൻ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് പറയാനായിട്ട് കൂടുതൽ ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് നോക്കാം കൊറിയൻ ഷീറ്റ് മാസ്കുകളാണ്. ഇതിനകത്ത് കുറേ ഷീറ്റ് മാസ്ക് ഉണ്ട്. സോ ഇതിൽ ഒരുപാട് രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഷീറ്റ് മാസ്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതാ കുറേ ഷീറ്റ് മാസ്ക് ഉണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ അറിയണം, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം ഷീറ്റ് മാസ്ക് എന്ന് വെച്ചാൽ എന്താണ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇത് സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും, വീഡിയോസ് മുഴുവൻ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറയുവാണ്, നമ്മളുടെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വരുന്ന 7-ാം തീയതി നമുക്ക് ഓൺലൈനിൽ വരുന്നുണ്ട്. ഓൺലൈനിൽ അറ്റ് എ ടൈം കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ഉണ്ടാവും. നമ്മളുടെ ഇതിന് മുമ്പത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളുടെ ക്ലാസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ അറിയണം എന്നുള്ളവർ നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി എന്താ പറയുക നമുക്ക് ഒരാളെങ്കിലും അത് മനസ്സിലാക്കിയിരുന്ന മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഓരോ ഏജിനും ഞാൻ പറയാൻ പോകുന്നത് ചെറിയ പിള്ളേർക്ക് തൊട്ട് എന്നോട് ചോദിക്കാറുണ്ട്, മാം കുഞ്ഞു പിള്ളേരുടെ സ്കിൻ ഇങ്ങനെയാണ്, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവർ മുതൽ 65 വയസ്സായാലും 70 വയസ്സായാലും അവരുടെ സ്കിൻ വരെയുള്ള ആൾക്കാർക്ക് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റും അവരെടുക്കേണ്ട ട്രീറ്റ്മെൻറ്റും അവരുടെ സ്കിൻ റൊട്ടീൻ എല്ലാം തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നോളേജോട് കൂടിയിട്ടുള്ള ക്ലാസ്സാണ്. വേറെ ചെറിയൊരു ഫീസേ ഉള്ളൂ കേട്ടോ, 399 എന്തോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മെസ്സേജ് കൊടുക്കുക, പെട്ടെന്ന് തന്നെ സീറ്റ് കൺഫേം ചെയ്യുക. കാരണം 7-ാം തീയതിയാണ് ക്ലാസ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ജോയിൻ
ജോയിൻ ചെയ്തോളൂ. കാരണം ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും ഈ ഒരു നോളേജ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, നമുക്ക് ഈ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ കെയർ ആയിക്കോട്ടെ, നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ സ്കൂളുകളിലാണെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും ഇതും കൂടി ഒന്ന് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പേരിൽ കാണുന്ന സ്കിന്നിനുള്ള അത്രയും വലിയ ഇഷ്യൂസും പ്രോബ്ലംസും ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത്രയും, കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ബിസിനസ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ, കോസ്മെറ്റിക് ബിസിനസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും തന്നെ ഭയങ്കര അവെയറായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവെയർനെസ് കൊടുത്താൽ ചിലപ്പോൾ ബിസിനസ്സിനെയൊക്കെ ബാധിക്കും. കോസ്മെറ്റിക് ഫീൽഡാണല്ലോ ഏറ്റവും കൂടുതൽ ബിസിനസ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി ഇതൊന്നും ഇതാകാതെ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ സ്കിൻ കെയർ എടുത്ത് പറയാറുള്ള ഒരു സംഭവമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് അറിയാം, ഓരോരുത്തരും ഉള്ളിൽ അത്രമാത്രം നമ്മളെല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ വേണമെന്നുള്ളത്. അപ്പോൾ അത് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്ത് വരുന്ന ഒരു ക്ലാസ് ആയിരിക്കും. കാരണം അത്രയും എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ തരും. റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും കേട്ടോ. കയറാൻ പറ്റാത്തവർക്ക് നോട്ട്സ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ. വരുന്ന 7-ാം തീയതിയാണ് വരുന്നത് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഷീറ്റ് മാസ്കിലേക്ക് പോട്ടെ. അപ്പോൾ കൊറിയൻ ഷീറ്റ് മാസ്ക് ആണ് നമ്മൾ. അതിന് മുമ്പ് ഞാൻ ഷീറ്റ് മാസ്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മോയ്സ്ചറാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ സ്കിന്നിന് നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് സ്കിൻ ഹൈഡ്രേഷനാണ്. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പർപ്പസാണ് നമുക്കിതിൽ ഉള്ളത്. അപ്പോൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്താവും, നല്ലപോലെ സ്കിന്നിന് ഈർപ്പം കിട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു ജീവൻ വന്ന പോലെയാണ്. അപ്പോൾ തന്നെ സ്കിൻ നമുക്ക് എന്താ പറയുക, നമ്മുടെ സെൽസ് എല്ലാം ഭയങ്കര ആക്റ്റീവായി. സോ ആ ഒരു സംഭവമാണ് നമുക്ക് ഈ ഷീറ്റ് മാസ്കിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷന് പോകുന്നു, നമ്മളെ ഫേസ് ഒന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നു, പെട്ടെന്നൊരു മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല പോലെ, കാരണം എപ്പോഴും സ്കിൻ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിൻ നന്നായിട്ട് പ്രപ്പ് ചെയ്തിട്ട് ചെയ്യണം. അതായത് നമ്മൾ സ്കിന്നിൽ ഇതുപോലെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്കിൻ നല്ലപോലെ ആ ഒരു റിസൾട്ട് നല്ലതുപോലെ ഉണ്ടാവും. നമുക്ക് ഒന്നും കൂടി നമ്മുടെ സ്കിൻ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഷീറ്റ് മാസ്ക് ആണ്. പ്ലസ് നമുക്ക് സ്കിൻ കെയറിൽ നമുക്കിത് കൊണ്ടുവരാം. ആഴ്ചയിൽ നിങ്ങൾ എവിടെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നില്ല, പുറത്തൊന്നും പോകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ പോലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റാണ് ഷീറ്റ് മാസ്ക് വെക്കേണ്ട സമയം. അപ്പോൾ ഒന്ന് വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനെ നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുത്ത പോലെയായി. ഇനി സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർ, ഭയങ്കര ഓവർ ഡ്രൈ ആണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒരുപാട് വ്യത്യാസം വരും. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. കാരണം അത്രമാത്രം റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നല്ല മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ സ്കിൻ കെയറും കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം ഓരോ ഷീറ്റ് മാസ്കും എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളത്. ഇത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തരുന്നത് ടോണി മോളിയുടെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഇത് കൊറിയൻ ഷീറ്റ് മാസ്ക് ആണ്. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇതിൻ്റെ മോയ്സ്ചർ ലെവൽ കുറച്ച് തിക്കായിരിക്കും, പക്ഷേ റിസൾട്ട് ഭയങ്കരമായിട്ട്, അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ സൂപ്പറാണ്. നോർമൽ സ്കിന്നുകാർക്ക് എടുക്കാം. ഓയിലി സ്കിന്നുകാർ കുറച്ചും കൂടി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള, ഇതിനകത്ത് തന്നെ വാട്ടർ ബേസ്ഡും ഉണ്ട്. ഞാൻ കുറച്ച് ഷീറ്റ് മാസ്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ, ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഇത് പോമോഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. പോമോഗ്രാനൈറ്റ് നമുക്കൊരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പോമോഗ്രാനൈറ്റിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പോമോഗ്രാനൈറ്റ് ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് വേണ്ടിയിട്ട്, ഒരു സ്കിൻ കെയർ ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഒരു 35+ അല്ലെങ്കിൽ 40+ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ടായിരിക്കും. സോ ഇത് പോമോഗ്രാനൈറ്റ് ടോണി മോളിയുടെ, ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ. ഇത് റെഡ് വൈനാണ് അടുത്തത്, റെഡ് വൈൻ. സോ ഇത് നമുക്കൊരു എന്താ പറയുക, ഇച്ചിരി സ്കിൻ ഓയിലിയാണ് എന്നൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ടാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി നല്ലപോലെ ഓയിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ് വൈൻ കൊടുക്കാം.
ഇത് കംപ്ലീറ്റ്ലി ഹൈലറോണിക് മാസ്ക് ഷീറ്റാണ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻറ്റി ഏജിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും, സ്കിൻ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് നോർമലായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഈ ഷീറ്റ് മാസ്കുകളെല്ലാം തന്നെ നമ്മൾ ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് ഹൈലറോണിക് ആസിഡാണ്. സോ ഇതിൻ്റെ എടുക്കാം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും നമ്മളിവിടെ നോക്കുന്നത് നമ്മളുടെ പൊമോഗ്രാനൈറ്റ് തന്നെയാണ്. അത് കുറച്ചും കൂടെ വേറെ രീതിയിൽ തന്നേ ഉള്ളൂ. സെയിം തന്നെയാണ്. നമ്മൾ ആൻറ്റി ഏജിങ്ങിലേക്കാണ് കുറച്ചും കൂടെ നമ്മൾ, കാരണം സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്താനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ കൊളോജിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ആൻറ്റി ഏജിങ്ങിലേക്ക് ഉള്ളവർക്ക്. സീവീഡിൻ്റെയാണ്. സോ സീവീഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഷീറ്റ് മാസ്കാണ്. നല്ലപോലെ റിസൾട്ടാണ്. ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നത് റൈസിൻ്റെ എടുക്കാം. റൈസിൻ്റെ ആയിട്ട് മാത്രമായിട്ട് ഇതിൽ കിട്ടിയിട്ടില്ല. ഇതിൽ കൂടുതൽ നമുക്ക് വരുന്ന പൊമോഗ്രാനൈറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു 35-40 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊമോഗ്രാനൈറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്ലസ് അവക്കാഡോ കേട്ടോ. അവക്കാഡോ അതുപോലെയാണ്, സൂപ്പറായിരിക്കും. സോ അവക്കാഡോ നമുക്ക് ആ ഒരു ഇതിലുള്ളവർക്ക് എടുക്കാം. പിന്നെ ഒരുപാട് ടൂ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നെയിൽഡ് എടുക്കാം കേട്ടോ. നല്ലതുപോലെ ഭയങ്കര ചിലവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ സ്നെയിൽഡ് നമുക്ക് അത് കൂടുതൽ മോയ്സ്ചറാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് അവർക്ക് റിസൾട്ട് കൂടുതൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത് ടൂ ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതും കൊളാജനാണ് വരുന്നത്. അപ്പോൾ ഇത് പ്യുവർനെസ് 100 കൊളാജൻ മാസ്ക് ഷീറ്റാണ്. ഇലാസ്റ്റിസിറ്റി ആണ് ഇതിലും വന്നിരിക്കുന്നത്. സോ ഇതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, പ്യുവർനെസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ടോണി മോളിയുടെ ആണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ നൈക്കയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നൈക്കയുടെ ആപ്പിലുണ്ട്. സോ അപ്പോൾ അതിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഷീറ്റ് മാസ്കുകളുണ്ട്. ഇതെല്ലാം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഓവർ ഡ്രൈ ആയിട്ടുള്ളവരെടുക്കുക. സീവീഡിൻ്റെ നമുക്കതുപോലെ കുറച്ച് ഓയിലിയൊക്കെ ആയിട്ടുള്ളവർ, ഒത്തിരി അല്ല, കുറച്ച് ഓയിലി ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ഹൈലറോണിക് ഷീറ്റ് മാസ്ക് ആണ്. നല്ല ഒരു ഗ്ലോ ടെക്സ്ചർ വേണമെന്നുള്ളവർക്ക് എടുക്കാം. ഇത് ഇലാസ്റ്റികതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊളോജിനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് പൊമോഗ്രാനൈറ്റ് ആണ്, ആൻറ്റി ഏജിങ്ങിലേക്ക് എടുക്കാവുന്നതാണ്. സോ കുറച്ച് ഓയിലി ആയിട്ട് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ റെഡ് വൈൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതും പൊമോഗ്രാനൈറ്റ് ആണ്. പൊമോഗ്രാനൈറ്റ് ഞാൻ വീണ്ടും പറയുന്നു, ആൻറ്റി ഏജിങ്ങിലേക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. സോ അപ്പോൾ ഇത്രയും ഷീറ്റ് മാസ്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, കാരണം അത് നമുക്കറിയാം ആ ഒരു ടെക്സ്ചറിൽ തന്നെ വ്യത്യാസം വരുന്നത് നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഈ ഒരു വീഡിയോ. കാരണം സ്കിന്നിന് ഒരുപാട് അൺഈവൺ ആയിട്ടുള്ളവർക്കും ഡ്രൈ ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ സ്കിന്ന് ഹൈഡ്രേഷനാണ് നമുക്കിതിനകത്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതും ഒരു സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുപോകും. പിന്നെ ഇതിന് അത്ര റേറ്റ് ഇല്ല, 100 റുപ്പീസൊക്കെയാണ് വരുന്നത്. ചില സമയത്ത് നമുക്ക് നൈക്കിയിൽ ഓഫർ ഉണ്ടാവും, ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ നോക്കിയിട്ട് അത് മേടിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഓഫർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ. നൈക്കിയുടെ ആപ്പിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിന് 100 രൂപ, ചിലപ്പോൾ മിക്കപ്പോഴും ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ 10 ഷീറ്റ് കിട്ടും 500 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ക്ലാസ് ആയിട്ട് വെക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വീഡിയോസായിട്ട് ഇങ്ങനെ ചെയ്ത് പോയിട്ട് കാരണം എല്ലാവർക്കും അത് വേണം എന്നുള്ളവരാണെങ്കിൽ ക്ലാസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രൊഡക്റ്റും എല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ടല്ലാതെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത്, കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ, നമ്മളുടെ സ്കിന്നും നമുക്ക് എന്താ പറയുക, നമ്മളുടെ സ്കിൻ ടെക്സ്ചറിൽ ഒരു വ്യത്യാസം വേണം, നമ്മളുടെ സ്കിന്നിലെ പ്രോബ്ലംസ് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റണം, അതിനനുസരിച്ച് നമുക്കൊരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഒരു നോളേജ് നമുക്ക് കിട്ടണം, പ്ലസ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ ഈ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. കാരണം അത്രമാത്രം ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. 399 399 രൂപയേ ഉള്ളൂ. സോ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് എൻക്വയറി ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. കാരണം അത്രയും ഗുണമായിരിക്കും നമ്മളുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒത്തിരി നോളേജാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.